ഹലോ ഗൈസ്, എനിക്കിവിടെ ബോറടിച്ചിട്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സൈക്കിൾ എടുത്തൊന്ന് കറങ്ങാൻ വന്നതാണ് കേട്ടോ വെറുതെ. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കാശൊന്നുമില്ല. കാശുണ്ടെങ്കിൽ ഞാൻ സൈക്കിൾ വെച്ച് ഇറങ്ങുമോ ഗൈസ്? വേറെ ലംബോർഗിനിയോ വല്ല ഓഫ് റോഡ് കാറോ അങ്ങനെ വെച്ച് കറങ്ങും. പക്ഷേ എൻ്റെ അടുത്ത് ഈ സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഈ സൈക്കിളിൽ പിന്നെ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. കൂടിപ്പോയ ഒരു 20-30 വരെയൊക്കെ പോവും. അതൊക്കെ ധാരാളം. സൈക്കിളല്ലേ, സൈക്കിളെങ്കിലും അത്രയും പോകണ്ടല്ലോ. നമുക്കിനി ഇങ്ങനെ ചുറ്റി നടക്കുക ഗൈസ്. ഞാൻ ഇങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഗൈസ് ഇവിടെ ഒരു താർ റോക്സ് പറഞ്ഞിട്ടൊരു വണ്ടി വന്നത്. താർ റോക്സ് പറയണത് എന്താണ്, 5 ഡോറിൻ്റെ താറില്ലേ, 5 ഡോറിലെ താറ്, അതാണ് ഈ താർ റോക്സ് എന്ന് പറയണത്. നമുക്കിനി ഇവിടെ നിൽക്കാം. നമുക്ക് ഈ വണ്ടി ഒന്ന് അടിച്ചു മാറ്റിയാലോ? അത് വേണ്ട. ഹലോ ചേട്ടാ, ചേട്ടന് ഈ വണ്ടി വേണോ? വണ്ടി വേണമെങ്കിൽ ഒരു സ്റ്റണ്ട് റേസ് കംപ്ലീറ്റ് ആക്കണം. ആ സ്റ്റണ്ട് റേസ് കംപ്ലീറ്റ് ആക്കിയാൽ ചേട്ടന് ഈ വണ്ടി കിട്ടും. സ്റ്റണ്ട് റേസാ? അത് ഹാർഡാണോ അല്ലയോ? കുറച്ചൊക്കെ ഹാർഡാണ്, കുറച്ച് ഈസിയാണ്. ശരി. ഈ ചേച്ചി പറയണത് ആ സ്റ്റണ്ട് റേസ് കംപ്ലീറ്റ് ആക്കണം എന്നാണ്. എന്നാലേ നമുക്ക് ഈ താർ റോക്സ് എന്ന് പറയുന്ന വണ്ടി കിട്ടുള്ളൂ. ബ്ലാക്ക് കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നമുക്ക് ആദ്യം സ്റ്റണ്ട് റേസ് കംപ്ലീറ്റ് ആക്കാം ഗൈസ്. ഇവിടെ അങ്ങനെ സ്റ്റണ്ട് റേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ചാടിയിട്ടുണ്ട്. ഗൈസ് താഴെ വേണം. ഫസ്റ്റ് ട്രൈ തന്നെ താഴെ വേണം. ഇതിൽ പിന്നെ ചെക്ക് പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഭാഗ്യം, അതുകൊണ്ട് സീനില്ല. ചെക്ക് പോയിൻ്റിലേ നമ്മൾ പെട്ടു ഗൈസ്. എന്താണ്, ലാസ്റ്റ് മൊമെൻറ്റിൽ പോയി വീണല്ലേ, പിന്നെ നമ്മൾ ഫസ്റ്റോട്ട് തുടങ്ങേണ്ടി വരും. അതാണ് ചെക്ക് പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഭാഗ്യം. അപ്പോൾ ചെക്ക് പോയിൻ്റ് ഇല്ലേ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഇതെന്താണ് ടൈറ്റ് റോപ്പ്, അതിൻ്റെ മേലെ കൂടെയൊക്കെ വണ്ടി ഓടിക്കണം. അത് സീനില്ല, നമുക്ക് വണ്ടി ഓടിക്കാൻ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ധാരാളം ഗൈസ്. അത് കണ്ടോ നിങ്ങൾ ഗൈസ്? അതിൻ്റെ മേലെ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകണം. അതാണ് ഗൈസ് ഇച്ചിരി പാട്. സീനില്ല. നമുക്കിനി ഇവിടെ നമ്മൾ സ്പീഡിലെടുത്താലോ? ഇല്ലേ, സ്പീഡിലെടുത്താൽ ശരിയാവില്ല. സ്പീഡിലെടുത്താലേ പിന്നെ നമ്മൾ എന്താണ് അവിടേക്ക് പോവില്ല, പകരം താഴേക്കെത്തും ഗൈസ്. നമ്മളങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഗൈസ്. ഇത് നമുക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ആക്കാം. നമ്മൾ സ്പീഡിൽ അങ്ങ് ചാടിയിട്ട് അങ്ങനെ വന്നു. നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ കുറച്ച് പാടാണ് തോന്നുന്നു. സീനില്ല. ഇത് കംപ്ലീറ്റ് ആക്കിയേ പറ്റൂ, അല്ലാണ്ട് ശരിയാവില്ല. ഇവിടെ ഒരു ആരോ വെച്ചിട്ടുണ്ട്. അത് മുകളിലേക്ക് പോകാനുള്ള ആരോ ആയിരിക്കും. അങ്ങനെ അവനെ വഴിയുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോവാം. ഇവിടെ അങ്ങ് തിരിച്ച് പോവാം. ഇതിത്തിരി പാടാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് അവിടെ എത്തുമ്പോഴേക്കും തന്നെ നാളെയാവും. അയ്യോ, ഇത്ര സ്പീഡ് ഓവർ സ്പീഡ്. അതെന്തോ ഓവറായി പോലെ തോന്നി. നമുക്കിനി ഇതിൽ കൂടെ പോവാം. ഇത്തിരി ഹാർഡാണ് കേട്ടോ. ഈ എന്തോ ഒരു സാധനത്തിൻ്റെ, ഒരു സർക്കിൾ പോലത്തെ സാധനത്തിൻ്റെ മേലെ കൂടെ വണ്ടി ഓടിച്ച് പോകണം. അത് ഒത്തിരി സീനാണ്. വണ്ടി ഓടിച്ച് പോയേ പറ്റൂ, അല്ലാണ്ട് ശരിയാവില്ല. അതാണ് ഗൈസ്, നമുക്ക് പവർ ഉണ്ട് ഗൈസ്. നമ്മൾ വണ്ടി ഓടിച്ച് പോവും. യെസ്, നമുക്കിനി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാ. ഇത്ര മെല്ലെ ഗൈസ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് സർക്കിളിലെത്തി. ഇത് സെക്കൻഡ് ആണോ ലാസ്റ്റ് ആണോ ഒരു പിടിയില്ല. എനിക്ക് ഇത് സെക്കൻഡിൻ്റെ സർക്കിളാണെന്ന്. സെക്കൻഡ് തന്നെയാണ്. നമുക്കിനി മെല്ലെ പോവാം. ഒരു ധൃതിയില്ല സ്പീഡിൽ പോയിട്ട്. മെല്ലെ പോയാൽ നമ്മുടെ വീഡിയോ വലുതാവും. സോറി, ഞാൻ എന്തൊക്കെയാ പറയുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണല്ലേ ചെക്ക് പോയിന്റ് കിട്ടി. ഗൈസ്, നമ്മൾക്ക് അങ്ങനെ ചെക്ക് പോയിന്റ് കിട്ടി ഗൈസ്. ഞാനങ്ങനെ പിന്നെ ഒന്ന് റീസ്പോൺ അടിച്ചു. ബൈക്ക് അവിടെ പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ റീസ്പോണൊക്കെ അടിക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പെടച്ച് വിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സ്പീഡിൽ പോയില്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല.
അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ പോയി സർക്കിളിൽ നമ്മൾ അപ്പുറത്തെ കണ്ടതിൽ തട്ടിയിട്ട് ഗായ്സ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ ഇത് അതിനെക്കാട്ടി വലിയ ടൈറ്റ് റോപ്പാണ്. പിന്നെ ഈ ഗ്രേ കളർ മതിൽ കഴിഞ്ഞിട്ടൊരു മതിലുണ്ട്. ആ മതിൽ ഇതിനെക്കാട്ടി ചെറിയ മതിലാണ് ഗൈസ്. അതിൻ്റെ മേലെ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകണം. എൻ്റെ മോനെ ഇത് എന്ത് ഹാർഡാടേ. ചേച്ചി പറഞ്ഞു ഇത്തിരി ഹാർഡൊക്കെ തന്നെയാണെന്ന്. ഇത് ഇത്തിരിയല്ല, ഹാർഡിൻ്റെ ഹാർഡാണ്. അതായത് അൾട്രാ പ്രോമാക്സ് ഹാർഡ്, 3x അൾട്രാ പ്രോമാക്സ് ഹാർഡ് അതാണ് ഗൈസ്. നമുക്കിനി ഇതിൽ കൂടെ ഇടയിൽ കൂടെ അങ്ങ് പോവാം. അയ്യോ ഗൈസ്, ഞാൻ എന്ത് കാണിക്കണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല ഞാൻ എന്താ കാണിക്കണമെന്ന്. അവിടെ തന്നെ ഫിനിഷ് ലൈൻ ഉണ്ടോ ഗൈസ്? നിങ്ങളെല്ലാവരും ആ ഫിനിഷ് ലൈൻ കണ്ടു എന്ന് വിചാരിക്കണം. കുറച്ച് ദൂരം ഉണ്ടാവും ഇവിടെ നിന്ന്. അയാളില്ല സോറി, ആ ഫിനിഷ് ലൈൻ എവിടെയോ പോയി കിടക്കുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ മതിൽ. ഇത് മതിലാണോ കമ്പിവേലിയാണോ ഗ്രില്ലാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. നമ്മളങ്ങനെ എങ്ങനെയൊക്കെ ഇതിന് മേലെ കൂടെ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അത് കുറച്ച് ടൈം എടുത്തു കേട്ടോ ഇതുവരെ എത്താൻ. ഞാൻ മെല്ലെയാണ് പോയത്, അതുകൊണ്ടാണ് ഗൈസ് ഇത്ര സമയം എടുത്തത് ഇവിടെ എത്താൻ. ഞാൻ തരാണ്ട് ഇതിൻ്റെ മേലെ കൂടെ വണ്ടി ഓടിക്കണം. പക്ഷെ അവിടെ ഇതിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ ഓടിക്കണം ഗൈസ്, അതാണ് ഇത്തിരി പാട്. അയ്യോ വണ്ടി പെട്ടാ? ഇല്ല, വണ്ടി ഒന്നും പെട്ടിട്ടില്ല. വണ്ടി നമ്മളൊക്കെ ഈസിയായി കൈവച്ചെടുത്തിട്ട് അതാണ് ഗൈസ് നമ്മളെ മസിൽസ് കണ്ടാലേ മനസ്സിലാവും വണ്ടി പൊക്കിയെടുത്ത് എറിയാൻ പറ്റുമെന്ന്. അയ്യോ സൈഡിലേക്ക് പോകുന്നുണ്ട്, അപ്പോഴത്തെ പോലെ ആവണ്ട. നമുക്കിങ്ങനെ ചുറ്റി പോവാതെ എവിടേക്കാ പോവാ? അയ്യോ ബ്രേക്ക് പിടിക്കടാ, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെക്ക് പോയിന്റിൽ പോയി വീഴും. ആ ചെക്ക് പോയിന്റ് മറ്റേ സ്പിന്നറൊക്കെ ഉള്ള സ്ഥലത്തില്ല, അവിടെയാണ് ലാസ്റ്റ് ചെക്ക് പോയിന്റ് കിട്ടിയത്. മറ്റേ ഗ്രില്ലിൻ്റെ മേലെ കൂടെ പോയിട്ട് കൂടി ചെക്ക് പോയിന്റ് കിട്ടിയിട്ടില്ല. എന്തോ ഒരു മതിലാണ്, ഗ്രില്ലോ കമ്പി വേലയോ അങ്ങനെ എന്തോ പറയും. ഓക്കെ, നമ്മുടെ ചെക്ക് പോയിന്റ് ഇവിടെ തന്നെയുണ്ട് ഗൈസ്. എൻ്റെ മോനെ, നമുക്ക് അങ്ങനെ ചെക്ക് പോയിന്റ് കിട്ടി. ഇനി നമുക്ക് ഇതിൽ കൂടെ അങ്ങ് പോവാ. ഇതെന്താ സാധനം? ഇതെന്തോ ഒരു റാമ്പ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. നമുക്കിനി ഈ വേസ്റ്റ് ബിന്നിൻ്റെ മേലെ കൂടെ വണ്ടി ഓടിക്കണം. ഇത് ഈസിയാണ്. ഇത് ഇത്ര വലിയ ടൈറ്റ് ഡ്രോപ്പൊന്നുമല്ല. ഇത് സീനില്ല. ഇതെന്താണ്? ഇത് ടൈറ്റ് ഡ്രോപ്പ് അല്ല കേട്ടോ സത്യത്തിൽ. നല്ല സ്പേസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ. എന്നാലൊരു ചെറിയ ടൈറ്റ് ഡ്രോപ്പ് പറയാം. വലിയ ടൈറ്റ് ഡ്രോപ്പ് പറയുകയാണെങ്കിൽ ചെറിയതാണ്. ഗൈസ്, ഫിനിഷ് ലൈൻ എത്താറായി. എൻ്റെ മോനെ, നമുക്കിനി ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. അയ്യോ ഫിനിഷ് ലൈനിൻ്റെ അവിടെ തന്നെ കിട്ടി നമുക്ക് പണി. നമുക്കിനി ഓടിപ്പോവാ. അയ്യോ അവിടെ ഒരു ചാട്ടം ഉണ്ടല്ലോ, നമുക്ക് ഈ വണ്ടി എടുക്കണ്ടേ വരും. നമുക്ക് നമ്മുടെ മസിൽസ് വെച്ചെടുക്കാം ഗൈസ്. നമ്മുടെ മസിൽസ് ഉണ്ട്. അയ്യോ നമ്മുടെ തലയിടിച്ച് പോകണേ തന്നെ. ഭാഗ്യത്തിന് എണിക്കില്ല. വേഗം എണിക്കടാ ഫ്രാങ്കിളിനെ. ഗൈസ്, നമ്മുടെ ഫ്രാങ്കിൾ ഞങ്ങളുടെ ബൈക്ക് ചാടിക്കാൻ പോവാണ്. യെസ് ഗൈസ്, നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോയി. ഗൈസ്, നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചിരിക്കുന്നു. ചത്തു ഗൈസ്. നമുക്കങ്ങനെ റോക്സ് കിട്ടി. റോക്കി ബാ നമുക്കങ്ങനെ റോക്സ് എന്ന് പറഞ്ഞ വണ്ടി കിട്ടി ഗൈസ്. ഇനി നമ്മുടെ വണ്ടിയാണിത്.